മെയ് 16 വെള്ളിയാഴ്ച സങ്കടഹര ചതുർത്ഥിയാണ്. എല്ലാ സങ്കടങ്ങളിൽ നിന്നുമുള്ള മോചനം എന്നതാണ് ഈ ചതുർത്ഥിയുടെ നാമം തന്നെ അർത്ഥമാക്കുന്നത്. അതേസമയം ചതുർത്ഥി എന്നാൽ ഗണപതിയുടെ 4ാം ദിവസം, ഗണപതിയുടെ ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ ഈ ശുഭദിനത്തിൽ നമ്മൾ ഭക്തർ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും, എല്ലാ ദുഃഖ ദുരിതങ്ങളും അകലുന്നതിനും, എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് സർവകാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും സാക്ഷാൽ വിഘ്നേശ്വരനെ ആരാധിക്കുന്നു. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. 432 ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണെന്നും വിശ്വാസമുണ്ട്. ജാതകപ്രകാരം ജീവിതത്തിൽ അനുകൂല സമയമാണെങ്കിൽ പോലും ഗണേശ പ്രീതിയില്ലെങ്കിൽ സദ്ഗുണങ്ങളൊന്നും അനുഭവയോഗ്യമാവില്ല നമുക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഉദാത്തമായ ഭക്തിയോടെ ഗണേശനെ വണങ്ങണം. അതിവിശിഷ്ടമായ ഈ സങ്കടഹര ചതുർത്ഥി വ്രതം ആചരിക്കേണ്ടത് എങ്ങനെയാണ്, വ്രതരീതി, അതിൻ്റെ ആഹാരക്രമം, ഭഗവാൻ വേഗം പ്രസാദിക്കാനുള്ള ഭഗവത് നാമങ്ങൾ, ഇതെല്ലാം വിശദമാക്കാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. നാം ഓരോരുത്തരുടെയും മനസ്സിനെയും ശരീരത്തിനെയും വാക്കിനെയും പ്രവൃത്തിയെയും നേർവഴിക്ക് നയിക്കാനായി ചിട്ടപ്രകാരം ഈശ്വരനിലേക്ക് ചേർന്ന് നിൽക്കുക എന്നതാണ് വ്രതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാക്ഷാൽ ഗണപതി ഭഗവാന്റെ പ്രീതിക്കായി നാം ആചരിക്കുന്ന ഒരു പ്രധാന വ്രതമാണ് ചതുർത്ഥി വ്രതങ്ങൾ. കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും അങ്ങനെ മാസത്തിൽ 2 ചതുർത്ഥി വ്രതങ്ങൾ നമ്മൾ ആചരിക്കുന്നതാണ്. ശുക്ലപക്ഷത്തിലേത് വിനായക ചതുർത്ഥി എന്നും കൃഷ്ണപക്ഷത്തിലേത് സങ്കടഹര ചതുർത്ഥി എന്നും അഥവാ സംകഷ്ടി ചതുർത്ഥി എന്നും അറിയപ്പെടുന്നു. ഗണേശ ഭഗവാന്റെ മറ്റൊരു പേരാണ് സംകഷ്ടി. ഈ പുണ്യദിനത്തിൽ ഭഗവാൻ ശിവൻ തന്റെ പുത്രനായ സംകഷ്ടി, വിഷ്ണു, ലക്ഷ്മി, പാർവതി എന്നിവരൊഴികെ മറ്റ് ദേവന്മാരെക്കാൾ ശ്രേഷ്ഠത പ്രഖ്യാപിച്ചു. അന്നു മുതൽ സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും സർവ്വ ഐശ്വര്യത്തിന്റെയും സർവ്വസങ്കടഹാരിയായി ഭഗവാൻ ഗണേശനെ നാം ആരാധിക്കുന്നു. ഗണേശന് വിനായക ചതുർത്ഥി പോലെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥിയും. ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തന്റെ സർവ്വ ദുരിതങ്ങളും തടസ്സങ്ങളും നീക്കി ആഗ്രഹ സാഫല്യം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ഈ സങ്കട ചതുർത്ഥി ദിനത്തിൽ ഗണേശ ഭഗവാൻ ഭൂമിയിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നു. അതായത് ഭഗവാൻ നാം ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം. സങ്കടഹര ചതുർത്ഥി വ്രതത്തിന്റെ പ്രാധാന്യം ഭവിഷ്യ പുരാണത്തിലും നരസിംഹ പുരാണത്തിലും പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ യുധിഷ്ഠിരന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ സങ്കടഹര ചതുർത്ഥിയുടെ പ്രാധാന്യം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണിത്. സങ്കടഹര ചതുർത്ഥി ദിവസം സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെയുള്ള വ്രതം ഗണേശ ഭഗവാന് വളരെ പ്രിയപ്പെട്ടതും നമ്മുടെ സങ്കട ദുരിത നിവാരണത്തിന് അതിവിശിഷ്ടവുമാണ്. ചതുർത്ഥി തിഥി വരുന്നത് മെയ് 16 വെള്ളിയാഴ്ച രാവിലെ 4:03 മുതൽ മെയ് 17 ശനിയാഴ്ച രാവിലെ 5:14 വരെയാണ്. മെയ് 15 വ്യാഴാഴ്ച ഒരിക്കലെടുക്കണം. മെയ് 16 വെള്ളിയാഴ്ച അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലായാൽ അത്രയും ഐശ്വര്യമാണ്. എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തുക. ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. ഭഗവാന്റെ നാമങ്ങൾ മനസ്സറിഞ്ഞു ചൊല്ലുക. സങ്കടങ്ങളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. ഈ ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം എത്രയും വേഗം ഒരു മോചനം നൽകാൻ ഭഗവാനോട് മനമുരുക്കി പ്രാർത്ഥിക്കാം. സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം, 108 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ അഷ്ടോത്തരം, ഗണേശ പഞ്ചരത്ന സ്തോത്രം, സങ്കടനാശന സ്തോത്രം, വക്രതുണ്ട മഹാകായ എന്നിവ ചൊല്ലുന്നത് വളരെ ഐശ്വര്യദായകമാണ്. ഭാഗ്യവർദ്ധനവിന് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗം ഗണപതേ നമ 108 തവണ ജപിക്കാം. ഗണേശ ഗായത്രി 36 തവണ ജപിക്കുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം കളിയാടും എന്നാണ് വിശ്വാസം. ഗണേശന്റെ 12 മന്ത്രങ്ങൾ ചേർന്ന ഗണേശ ദ്വാദശ മന്ത്രം സങ്കടഹര ചതുർത്ഥിയിൽ ജപിക്കുന്നതിലൂടെ ഇഷ്ടകാര്യലബ്ധി, വിഘ്ന നിവാരണം, പാപമോചനം എന്നിവയാണ് ഫലം. 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. അല്ലാത്ത പക്ഷം കുറഞ്ഞത് 3 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. അന്നേ ദിവസം നാളികേരം, അവൽ കുഴച്ചത്, മോദകം എന്നിവ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ പഴം, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, കരിമ്പ്, ഗണപതി നാരങ്ങ തുടങ്ങി ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവ നേദിക്കുന്നതും വളരെ ഐശ്വര്യമാണ്. രാവിലെ ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്ന എല്ലാവരും തന്നെ
ഉറപ്പായും ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ കറുകമാല ചാർത്തുകയും നാളികേരം ഉടയ്ക്കുകയും ഭഗവാനെ ഏത്തമിടുകയും ചെയ്യുന്നത് വളരെ ഐശ്വര്യമാണ്. അതുപോലെ തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അന്നേ ദിവസം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാം. നമ്മുടെ ആരോഗ്യം, സാഹചര്യം എന്നിവ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരിക്കൽ എടുക്കാവുന്നതാണ്. വ്രത ദിവസവും തലേ ദിവസവും പകൽ ഉറക്കം നിഷിദ്ധമാണ്. തികഞ്ഞ ശ്രദ്ധയും ഭക്തിയും ചതുർത്ഥി വ്രതത്തിന് നിർബന്ധമാണ്. ഉപവാസം എടുക്കാൻ ആരോഗ്യം, സാഹചര്യം എന്നിവ അനുവദിക്കാത്തവർ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ച് രാവിലെയും വൈകിട്ടും ഗണേശനെ ആരാധിക്കുകയും ഗണേശ സ്തുതികൾ ചൊല്ലുന്നതും വളരെ ഗുണകരമാണ്. സാഹചര്യം നിമിത്തം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണേശ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീവ ഫലദായകമാണ്. കറുക, മുക്കുറ്റി എന്നിവ പറിച്ച് കഴുകി ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും 1 രൂപ നാണയം ഒഴിഞ്ഞ് സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യമാണ്. ഭവനത്തിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യവർദ്ധനവിന് വളരെ ഉത്തമമാണ്. ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നതും ഏത്തമിടുന്നതും സർവ്വവിഘ്നങ്ങളും നീങ്ങാൻ സഹായകരമാകുമെന്നാണ് വിശ്വാസം. ഈ ദിനത്തിൽ കുടുംബത്തിൽ ചെം ഗണപതി ഹോമം നടത്തുന്നത് സവിശേഷ ഫലദായകമാണ്. വിഘ്ന നിവാരണത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾക്ക് സ്വയം അർപ്പിക്കാവുന്ന, അനുഷ്ഠിക്കാവുന്ന നിത്യ ഗണപതി ഹോമമാണ് ചെം ഗണപതി ഹോമം അഥവാ ചെങ്കണപതി ഹോമം. നിത്യവും സാധിക്കാത്തവർ മലയാള മാസത്തിലെ 1-ാം തീയതികളിലും അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിലും ഗണപതി ഭഗവാൻ ഇങ്ങനെ നീതിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. കുടുംബത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതിന് നമ്മൾ സ്വയം അർപ്പിക്കുന്ന ഈ ചെം ഗണപതി ഹോമം വളരെയധികം ഫലസിദ്ധി നൽകുന്നതാണ്. അശുദ്ധികാലങ്ങളിൽ ഒഴികെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതി ഭഗവാനെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ചടങ്ങ്. നമുക്കറിയാം, മിക്ക വീടുകളിലും അങ്ങനെ അടുപ്പിന്റെ ഉപയോഗം വളരെ കുറവാണ്. അങ്ങനെയുള്ളവരെ വിഷമിക്കേണ്ട. നമുക്കൊരു ചകിരി തൊണ്ടിൽ തീ കത്തിച്ച് ഈ ചെം ഗണപതി ഹോമം ചെയ്യാവുന്നതാണ്. നേദിക്കുമ്പോൾ ഗണേശ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയെ നമ ജപിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ സർവ്വ വിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യം നിറയുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നതിനും പ്രാധാന്യമുണ്ട്. അന്നേ ദിവസം ചന്ദ്രദേവനെ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതിനും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ജീവിതം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾ സന്താന ഭാഗ്യം ലഭിക്കാൻ ഈ സങ്കടഹര ചതുർത്ഥി വ്രതം ചിട്ടയോട് അനുഷ്ഠിച്ചാൽ ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സങ്കടഹര ചതുർത്ഥി ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചുകൂട്ടുന്നത് അത്യുത്തമമാണ്. കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ ജപിക്കുക. സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഐശ്വര്യമാണ്. പിറ്റേ ദിവസം, അതായത് മെയ് 17 ശനിയാഴ്ച, തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. നമ്മുടെ സങ്കടങ്ങൾ, ജീവിതത്തിൽ ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എല്ലാം പൂർണ്ണമായും മാറുന്നതാണ്. ഗണേശ പ്രീതി കാലദോഷങ്ങളെ അകറ്റുകയും ഏർപ്പെടുന്ന ഏതൊരു കാര്യവും ഭംഗിയായി പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചതുർത്ഥിക്ക് വിഘ്നേശ്വരനെ മനസ്സറിഞ്ഞ് ഭജിക്കൂ. ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.